കൺഫ്യൂസിങ് പ്രോബ്ലംസ് പാർട്ട് 4. ചില ചോദ്യങ്ങൾ, ചില കണക്കുകൾ നമ്മളിൽ ആശയക്കുഴപ്പമുണ്ടാക്കും. അങ്ങനത്തെ ഒരു ജോഡി കണക്കുകളാണ് ഇവിടെ. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു ഗ്രൂപ്പിലെ 12 പേർ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു. ആകെ എത്ര ഹസ്തദാനങ്ങൾ നടക്കും? അടുത്ത ചോദ്യം. ഒരു ഗ്രൂപ്പിലെ 12 പേർ പരസ്പരം ഗ്രീറ്റിംഗ് കാർഡ് കൈമാറുന്നു. ആകെ എത്ര കൈമാറ്റങ്ങൾ നടക്കും? നമുക്ക് ആദ്യം ഈ ചോദ്യം നോക്കാം. ഒരു ഗ്രൂപ്പിലെ 12 ആളുകളുണ്ട്. ഇവർ പരസ്പരം ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ്. ഒന്നാമൻ രണ്ടാമന് കൊടുക്കുന്നു, രണ്ടാമൻ ഒന്നാമന് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും പരസ്പരം ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ്. ആകെ എത്ര ഗ്രീറ്റിംഗ് കാർഡുകൾ കൈമാറും? നമുക്ക് അതിന് സൂത്രവാക്യം ഉപയോഗിക്കേണ്ടത് n × n-1 എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം. n × n-1. n പറഞ്ഞാൽ എണ്ണം. എത്ര എണ്ണമാണോ അതിനെ ആ എണ്ണത്തിൽ നിന്ന് കുറച്ചുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക. ഇവിടെ എത്ര എണ്ണമാണ്? 12 അല്ലേ? അപ്പോൾ 12 × 12 - 1, 12 × 12 ഒന്ന് കുറച്ചാൽ 11, 12 × 11 ഉത്തരം 132 ഗ്രീറ്റിംഗ് കാർഡുകൾ കൈമാറും. ഈ ചോദ്യത്തിൽ ഒരു ഗ്രൂപ്പിലെ 12 പേർ പരസ്പരം ഹസ്തദാനം ചെയ്യുകയാണ്. ഇവിടെ ഗ്രീറ്റിംഗ് കാർഡല്ല, ഹസ്തദാനം കൊടുക്കുകയാണ്, ഹസ്തദാനം ചെയ്യുകയാണ്, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമൻ രണ്ടാമന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ രണ്ടാമൻ ഒന്നാമന് കൊടുത്ത പോലെയും കൂടിയാണ്. ഒന്നാമൻ രണ്ടാമന് കൊടുക്കുമ്പോൾ അവിടെ 2 കൈമാറ്റം നടക്കും. ഒന്നാമൻ രണ്ടാമനും കൊടുത്തു, രണ്ടാമൻ ഒന്നാമനും കൊടുത്തു. ഇതുപോലല്ല, ഇത് ഒന്നാമൻ രണ്ടാമന് ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കണം, രണ്ടാമൻ ഒന്നാമന് വേറെ ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കണം. ഇത് ഷെയ്ക്ക് ഹാൻഡ് അങ്ങനെയല്ല, പരസ്പരം ചെയ്യുന്ന കാര്യമാണ്. ഇയാൾ ഒന്നാമൻ രണ്ടാമന് ചെയ്യുമ്പോൾ രണ്ടാമൻ ഒന്നാമന് ചെയ്യണ പോലെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി മതി, ഇതിൻ്റെ പകുതി മതി. അപ്പോൾ ഈ സൂത്രവാക്യത്തിൽ /2 ഇട്ടാൽ മതി. n × n-1/2. ഈ n × n-1 മുമ്പത്തെ പോലെ തന്നെ അത് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എഴുതിയാൽ മതി. എത്ര n × n-1? 132/2 ഹരിക്കുമ്പോൾ 66 ഷെയ്ക്ക് ഹാൻഡ്സ് ആണ് ആകെ നടക്കുക.